ഹലോ, വെൽക്കം ബാക്ക് ടു മോംസ് ടെക്ക്. എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നല്ലേ? ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് എങ്ങനെ നമുക്ക് അറേഞ്ച് ചെയ്ത് വയ്ക്കാം. എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളാണ്, എന്നാലും എനിക്കറിയാവുന്ന കുറച്ച് ടിപ്സുകൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. ഡോക്യുമെന്റ്സ് എന്ന് പറയുമ്പോൾ എക്സാമ്പിൾ കുട്ടികളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ്, ആധാർ കാർഡ്, നമ്മുടെ പാസ്പോർട്ട്, നമ്മുടെ മാരേജ് സർട്ടിഫിക്കറ്റ്, കുട്ടികൾക്ക് കിട്ടിയ സർട്ടിഫിക്കറ്റ്സുകൾ, പിന്നെ എന്താ അങ്ങനെ വാട്ട് എവർ എൽസ് എന്തൊക്കെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൂ, വാറണ്ടി കാർഡ്സ്, ഇൻഷുറൻസ്, മെഡിക്കൽ ക്ലെയിംസ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും എങ്ങനെയാണ് ഞാൻ അറേഞ്ച് ചെയ്ത് വെക്കുന്നതെന്ന് ഞാൻ കാണിക്കാം. ഓക്കെ. അറേഞ്ച് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമുക്ക് കുറച്ച് ഐറ്റംസ് പർച്ചേസ് ചെയ്യണം. നമുക്ക് കുറച്ച് ഫയൽസുകൾ വേണം. ഓരോന്നിൻ്റെ പേര് എഴുതി വയ്ക്കാൻ വേണ്ടി കളർ പെൻസിലോ സ്കെച്ചോ പിന്നെ സ്റ്റാപ്ലർ, ഇത്രയും ഐറ്റംസാണ് നമുക്ക് ആദ്യം വേണ്ടത്. ഇനി ഞാൻ എൻ്റെ വീട്ടിലുള്ള കുറച്ച് നമ്മൾ എന്തൊക്കെയാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത് അതെല്ലാം ഞാൻ ആക്ച്വലി ചുമ്മാ വച്ചേക്കായിരുന്നു. അതെല്ലാം ഞാൻ ഇങ്ങോട്ട് എടുത്തിട്ട് നമുക്കതൊന്നെല്ലാം ഒന്ന് അടുക്കി പറക്കി വയ്ക്കാം. അതായത് ഒരേ രീതിയിലുള്ള, അതായത് LICയുടെ റെസിപ്റ്റ്സ് കാണും, KSFEയുടെ റെസിപ്റ്റ്സ് കാണും, പാസ്ബുക്സുകൾ കാണും, ഫോട്ടോസ് കാണും, ഇതെല്ലാം ഉണ്ടല്ലോ. അപ്പം നമുക്കിതെല്ലാം ഓരോന്നിൻ്റെ നിരപ്പിനെടുത്ത് കറണ്ട് ബിൽസ് ഉണ്ട്, വാട്ടർ ബിൽസ് ഉണ്ട്, എല്ലാ ഐറ്റംസും ഉണ്ട്. അതെല്ലാം ഒരേപോലെ നമുക്ക് എടുത്ത് അടുക്കി വയ്ക്കാം. അതാണ് ആദ്യത്തെ ടാസ്ക് എന്ന് പറയുന്നത്. നമ്മൾ ഓരോന്നും എടുത്ത് നമുക്ക് ആവശ്യമുള്ളത് മാത്രം സൂക്ഷിക്കുക. ആവശ്യമില്ലാത്തതൊക്കെ നമുക്ക് വേസ്റ്റ് ബിന്നിലോട്ട് മാറ്റാം. ഓക്കെ. അപ്പോൾ ഞാൻ ഇതിനകത്തുനിന്ന് ആവശ്യമുള്ളതും എടുക്കുന്നതിന് കറണ്ട് ബിൽസൊക്കെ ആണെങ്കിൽ എങ്ങനെ പോയാലും നമ്മൾ എന്ത് ഐറ്റംസ് LIC എന്തിൻ്റെ റെസിപ്റ്റ് ആയാലും നമ്മളത് 12 മാസത്തെ ബില്ലെങ്കിലും നമ്മൾ സൂക്ഷിച്ച് വെച്ചിരിക്കണം. ഒരു വർഷത്തേക്കുള്ള ഒരു ബില്ല് നമ്മൾ എന്തായാലും എടുത്ത് സൂക്ഷിച്ച്, ബാക്കി നമുക്ക് എടുത്ത് കളയാൻ പറ്റും, ഉപേക്ഷിക്കാം, കുഴപ്പമില്ല. അപ്പോൾ ഏകദേശം ഞാൻ അങ്ങനെയുള്ള ബില്ലുകളാണ് ഞാൻ എടുത്ത് വെച്ചേക്കുന്നത്. അപ്പം ഞാൻ ഏകദേശം 12 മാസത്തേക്കുള്ള ബില്ലുകൾ എല്ലാം എടുത്ത് മാറ്റിയിട്ടുണ്ട്. പിന്നെ കാർഡ്, നമ്മൾ വിസിറ്റിംഗ് കാർഡ്സൊക്കെ ഉണ്ടല്ലോ ആവശ്യത്തിനുള്ളത്, അത് മക്കളുടെ ആധാർ കാർഡ് പഴയതും ഒക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ അതെല്ലാം കളഞ്ഞിട്ട് പുതിയത് മാത്രം ഞാൻ വിചാരിച്ച് എല്ലായിടത്തൊന്ന് റെഡിയാക്കി വയ്ക്കാമെന്ന് കരുതി. അപ്പോൾ ഇതിനകത്ത് കൂടെ തന്നെ നമ്മളെ കറണ്ട് ബില്ലൊക്കെ ആണെങ്കിൽ എനിക്കൊന്ന് ഞാനെടുത്ത് കുറേ വച്ചിട്ടുണ്ട്. ഇപ്പോൾ ആ കറണ്ട് ബില്ലെല്ലാം പ്ലെയിൻ പേപ്പറായി. ഇപ്പോഴത്തെ കറണ്ട് ബില്ല് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ അല്ലേ? നമ്മൾ കുറച്ച് ദിവസമൊക്കെ അത് എനിക്കൊന്ന് ഒരാഴ്ച കൂടുതലൊക്കെ വച്ചിരിക്കും, മനം മഷി കുറേശ്ശെ അങ്ങ് പോകാൻ തുടങ്ങും. പിന്നെ ഒരു പ്ലെയിൻ പേപ്പറായിട്ടേ നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പം അങ്ങനെ മങ്ങിപ്പോയ കറണ്ട് ബില്ലൊക്കെ ഞാനെടുത്ത് കളയാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ബില്ലുകളെല്ലാം ആയി. ഇനി നമുക്ക് കുറച്ച് KSFEയുടെ ബില്ലുകളൊക്കെ ഉണ്ട്. അതിനകത്ത് ഞാൻ ബില്ലുകളെല്ലാം ഞാൻ എല്ലാം ആദ്യം തുടങ്ങിയത് മുതലുള്ള എല്ലാ ബില്ലും ഞാൻ സൂക്ഷിച്ചു വയ്ക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അതിൽ നിന്ന് ഞാൻ കുറച്ചൊക്കെ എടുത്ത് മാറ്റി വയ്ക്കുകയാണ് കേട്ടോ. എല്ലാം കൂടെ നമുക്ക് വേണ്ടല്ലോ. ഏകദേശം ഒരു വർഷത്തെ ബില്ല് മാത്രം ഞാൻ സെപ്പറേറ്റ് ചെയ്ത് ബാക്കിയെല്ലാം ഞാൻ വേസ്റ്റ് ബില്ലിലോട്ട് ഡംപ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ ഒത്തിരി വേസ്റ്റ് പേപ്പേഴ്സ് എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം ഞാനൊന്ന് വേസ്റ്റ് ബില്ലാക്കിയിട്ട് ബാക്കി നമുക്ക് സെറ്റ് ചെയ്യാം. ആവശ്യമില്ലാത്തതല്ല ഞാൻ വേസ്റ്റ് ബില്ലിട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഓരോന്നും ഒരേ ഇതിലാക്കി വയ്ക്കാം. LIC പേപ്പേഴ്സ് അങ്ങനെ ഇതെല്ലാം ഞാൻ നമ്മുടെ ആധാർ കാർഡ്, വിസിറ്റിംഗ് കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ്, അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഉണ്ടല്ലോ. ഞാനത് പ്രത്യേകം എടുത്തെടുത്ത് പറയുന്നില്ല. അതെല്ലാം ഒരുപോലെ ആക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ റെസിപ്റ്റുകളാണ് കേട്ടോ, കൂടുതലും. നമുക്ക് കളയാൻ പറ്റാത്തതാണ്. വിസിറ്റിംഗ് കാർഡ്സുകളൊക്കെ ഞാൻ എടുത്ത് കിട്ടുന്നതനുസരിച്ച് ഞാൻ സെറ്റ് ചെയ്ത്. കറണ്ട് ബില്ലാണ് നമ്മുടെ കറണ്ട് ബില്ല്. പിന്നെ നമ്മുടെ ഫോട്ടോസ്, നമ്മളെ പാസ്പോർട്ട് സൈസ് ഫോട്ടോസ് ഇല്ലേ, അത്. പിന്നെ വേറെ ഞാൻ സൂക്ഷിച്ച് വെച്ചിരുന്ന ഒരു കാര്യം മീൻസ് നമ്മൾ ഇലക്ട്രോണിക് ഐറ്റംസ് ഉണ്ടല്ലോ, അതിൻ്റെ വാറൻറ്റി കാർഡ്സും പിന്നെ അതിൻ്റെ ബില്ലും. അതെങ്ങനെ പോയാലും നമ്മൾ ഏതൊരു ഐറ്റംസിനായാലും അതിൻ്റെ ഒരു വാറൻറ്റി ഇയർ കഴിയുന്നതിന് മുന്നേ തന്നെ അതുവരെയുള്ള ബില്ലുകൾ നമ്മൾ സൂക്ഷിച്ച് വയ്ക്കണം. ഇനി നമുക്ക് ഓരോന്നായിട്ട് സെറ്റ് ചെയ്യാം. ഫസ്റ്റ് ഞാനൊരു ഫയൽ എടുത്തിട്ടുണ്ട്. അതിനകത്ത് ഞാൻ നമ്മുടെ എന്താ പറയുന്നത്, ഗ്യാസ് ബുക്ക്, റേഷൻ കാർഡ്, പിന്നെ നമ്മൾ ഹരിതകർമ്മയുടെ അവരുടെ ബില്ല്, വാട്ടർ ബില്ല്, ഇതെല്ലാം ഞാനെടുത്ത് വച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഞാൻ കിച്ചണിലാണ് ആക്ച്വലി വെക്കുന്നത്. ഞാൻ ബെഡ്റൂമിലല്ല ഞാനത് കീപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു ഫയലായിട്ടാണ് ഞാൻ എപ്പോഴും കിച്ചണിൽ, ഒരു പഴയ ഫയലാണ് കേട്ടോ, നമുക്ക് ഉപയോഗിക്കാത്തൊരു പഴയ ഫയലാണ് മക്കളുടെ. അപ്പോൾ ഞാൻ വിചാരിച്ചാൽ അത് നമുക്ക് എടുത്ത് വെച്ച്, അതിന് പെട്ടെന്ന് ഞാൻ കിച്ചണിൽ എനിക്കൊരു ഡ്രോയറുണ്ട്, അപ്പോൾ അതിനകത്താണ് ഞാൻ ഇതെല്ലാം ഇട്ട് വയ്ക്കുന്നത്. അപ്പോൾ ഓക്കെ, അപ്പോൾ അത് സെറ്റായിട്ടുണ്ട്. ഇത് ഞാൻ ഫയലിലോട്ട് മാറ്റി വയ്ക്കാം. ഇത് നമുക്ക് എടുക്കുക എളുപ്പമാണ് കേട്ടോ. ഇത് ഈ ഫയലിന് മുകളിൽ ഇങ്ങനെ കണ്ണാടി പോലെ ഷീറ്റ് ഉള്ളതുകൊണ്ട് ഇതിനകത്ത് എന്തൊക്കെ ഇരിപ്പുണ്ടെന്നൊക്കെ നമുക്ക് അറിയാം. ആക്ച്വലി എനിക്കറിയാം ഇതിനകത്ത് എന്തൊക്കെ. ഞാൻ ഇത്രയും സാധനങ്ങൾ മാത്രമേ ഇതിനകത്ത് വയ്ക്കാറുള്ളൂ കേട്ടോ. വാട്ടർ ബില്ലും ഈ ഗ്യാസ്, റേഷൻ കാർഡ്, ഹരിതകർമ്മയുടെ ആ ഒരു കാർഡും കൂടി വയ്ക്കാത്ത. അപ്പോൾ ഈ ഫയൽ ഓൾറെഡി സെറ്റായി.
ഓക്കെ, ഞാൻ കിച്ചണിലോട്ടാണ് വയ്ക്കുന്നത്. കിച്ചണിലോട്ട് മാറ്റി വയ്ക്കാം. ഇതിനകത്ത് നമ്മൾ വയ്ക്കേണ്ട കാര്യങ്ങളൊക്കെയാണ്. ഇനി നെക്സ്റ്റ് ഫയൽ എന്ന് പറയുന്നത് ഞാനൊരു ഫയലാക്കിയാൽ നമ്മൾ LICയുടെയൊക്കെ ഫയലുകളുണ്ടല്ലോ. LICയുടേത്, പിന്നെ ഹെൽത്ത് ഇൻഷുറൻസിൻ്റെത്, മെഡിക്കൽ ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ, അങ്ങനെയുള്ള പിന്നെ ഇച്ചിരി ഉണ്ട്. LICയുടെ തന്നെയാണ് എല്ലാം, മിക്കവാറും എല്ലാം LICയുടെ. പിന്നെ ICICI ബാങ്കിൻ്റെ എന്തോ ഒരു ഫയലുണ്ട്. അപ്പോൾ ഇതെല്ലാം ഞാനൊരു പ്രത്യേകം ഒരു ഫയലിലാക്കി വയ്ക്കും. കാരണം ആ ഫയലിനകത്ത് വേറൊന്നും ഞാൻ വയ്ക്കാറില്ല. അപ്പോൾ ഇത് സിബ് ഇട്ട് വയ്ക്കുന്ന ഒരു ഫയലാണ്. അപ്പോൾ ഇത് നമുക്ക് നല്ല ഉപയോഗമുള്ളതാണ്. ആവശ്യമുണ്ടെങ്കിൽ മാത്രം, ഇതൊന്നും എപ്പോഴും എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഞാൻ ഇതിങ്ങനെ ഒരു ഫയലിലാക്കി അത് സിബ് ലോക്ക് ഇട്ട് വെച്ചാൽ അത് സേഫായിട്ട് ഇരുന്നോളും. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം ഈ ഫയൽ കാണും. ഞാൻ ഈ ഫയലിൽ ആക്ച്വലി പേരൊന്നും എഴുതി വയ്ക്കുന്നില്ല, കാരണം ഇതെനിക്കറിയാം, ഇത് ഞാൻ ഈ ഐറ്റംസ് മാത്രമേ വയ്ക്കാറുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പേപ്പർ കട്ടിങ് ഒക്കെ എടുത്ത് തന്നെ മുകളിൽ എഴുതി വയ്ക്കാൻ പറ്റും, പെട്ടെന്ന് തിരിച്ചറിയാൻ വേണ്ടി. ഓക്കെ, തിരിച്ചറിയാമെങ്കിൽ ഓക്കെ. നെക്സ്റ്റ് ഒരു ഫയൽ ഞാൻ എടുത്തേക്കുന്നത് നമ്മുടെ സർട്ടിഫിക്കറ്റ്സ് ആണ്. എൻ്റെ എല്ലാ സർട്ടിഫിക്കറ്റ്സും ഞാൻ എന്ത് വെച്ചിരുന്നു, കോൺടാക്ട് സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ ഉള്ളത്, നമ്മൾ TC അതൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം ഞാൻ എടുത്ത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഡിഗ്രിക്ക് BEdന് നമ്മൾ എന്തൊക്കെ പഠിച്ചിട്ടുണ്ടോ അവിടെയുള്ള എല്ലാ ഐറ്റംസും ഞാൻ ഈ ഫയലിലാണ് സൂക്ഷിക്കുന്നത്. ഞാൻ ടൈപ്പ് റൈറ്റിംഗ് ഒക്കെ പഠിച്ചിട്ടുണ്ട്, ഹിന്ദി, ഇംഗ്ലീഷ്, മലയാളം. അപ്പോൾ അതിൻ്റെ പിന്നെ കമ്പ്യൂട്ടറിൻ്റെ 2-3 കോഴ്സുകൾ ചെയ്തിട്ടുണ്ട്. PGDC ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് കേരള യൂണിവേഴ്സിറ്റിയിൽ. അതിൻ്റെയൊക്കെ എല്ലാ ഫയലും ഞാൻ ഇതിനകത്താണ് സർട്ടിഫിക്കറ്റ് വയ്ക്കുന്നത്. നെക്സ്റ്റ് ഫയല് മക്കളുടെ സർട്ടിഫിക്കറ്റ്സുകളാണ്. അവിടെ സ്കൂളിൽ നിന്ന് കിട്ടുന്ന സ്പോർട്സിനുള്ളത്, സ്പോർട്സിൻ്റെത്, അല്ലാതെ ഓരോ കോമ്പറ്റീഷനൊക്കെ മക്കൾ പോകുന്നുണ്ട്. പിന്നെ എടുത്തു പറയാനുള്ളത് നമ്മുടെ ചെറുകുഴപ്പുഴ കൺവെൻഷൻ, അവിടെ നിന്ന് കിട്ടിയ സർട്ടിഫിക്കറ്റുകൾ. പിന്നെ സ്കൂളിൽ മൂത്ത മോൾ കേരള ഡിസ്ട്രിക്റ്റിന് കോമ്പറ്റീഷന് പോയിട്ടുണ്ട്, ആ സർട്ടിഫിക്കറ്റ് എല്ലാം ഇതിനകത്ത് വയ്ക്കുന്നത്. നെക്സ്റ്റ് നമ്മുടെ കാറിൻ്റെയും സ്കൂട്ടറിൻ്റെയും ഇൻഷുറൻസിൻ്റെ ഐറ്റംസ് എല്ലാം ഞാൻ, ഇത് കാറിൻ്റെ ഒരു ഫയൽ തന്നെയാണ്, അപ്പോൾ ഞാൻ അതിനകത്ത് തന്നെ ഇട്ടങ്ങ് വച്ച്, അപ്പോൾ പേരുള്ളവർക്ക് തിരിച്ചറിയാൻ പറ്റും. നെക്സ്റ്റ് നമ്മുടെ മെഡിക്കൽ ഐറ്റംസാണ്. മക്കളുടെ ഫയലുണ്ട്, 3-4 പേർക്കും. ഹസ്ബൻഡിന് ഒരു ഫയലുണ്ട്, എനിക്കുണ്ട്, പിന്നെ മക്കൾക്കും ഉണ്ട്. അപ്പോൾ ഈ ഓരോരുത്തരുടെ പേര് അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അതൊരു ഫയൽ, ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടിയ ഫയൽ തന്നെയാണ്. അപ്പോൾ മക്കളുടെ വാക്സിനേഷൻ കാർഡുകളെല്ലാം ഞാനത് വച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടുന്ന ഫയലാണ്, അതിനകത്ത് പേരും ഓൾറെഡി ഉള്ളതുകൊണ്ട് ആവശ്യത്തിനുള്ള നമുക്ക് ഇൻഷുറൻസിൻ്റെയൊക്കെ കുറേ ബില്ലുകളൊക്കെ നമുക്ക് സൂക്ഷിക്കണമല്ലോ. അപ്പോൾ അതൊക്കെ ഞാൻ ഓരോരുത്തരുടെ പേരനുസരിച്ച് ആ ഫയലിലാക്കി വച്ചിട്ടുണ്ട്. എല്ലാ ഡീറ്റെയിൽസും ഹോസ്പിറ്റലിൽ ഒരു വർഷത്തെ എന്തൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് അതെല്ലാം ഞാൻ സൂക്ഷിക്കുന്നുണ്ട്. ഇത് സ്കൂളിലെ ഐറ്റംസാണ്. സ്കൂളിലെ മക്കളുടെ ഫീസ് കാർഡ്, അവരുടെ ഗ്രൂപ്പ് ഫോട്ടോസ് എല്ലാം ഞാൻ ഈ ഫയലിലാക്കിയാണ് വയ്ക്കുന്നത്. അപ്പോൾ ഞാനിതെല്ലാം ഫയലിലാക്കിയാണ് വയ്ക്കുന്നത്. നമ്മൾ ടീച്ചേഴ്സിൻ്റെ ഗ്രൂപ്പ് ഫോട്ടോ ആണ് കേട്ടോ. ഞാനും സ്കൂളിലാണ്, സെയിം സ്കൂളിൽ തന്നെയാണ്. ഇത് ഹസ്ബൻഡിൻ്റെ ഗ്രൂപ്പ് ഫോട്ടോ ആണ് കേട്ടോ. എല്ലാ ഗ്രൂപ്പ് ഫോട്ടോയും ഇതിനകത്ത് തന്നെയാണ് വെച്ചേക്കുന്നത്, ഒന്നും കളഞ്ഞിട്ടൊന്നുമില്ല. ഹസ്ബൻഡ് കോളേജിൽ പഠിച്ചതും, ഇത് മോള്, അതാണ് എൻ്റെ ഇളയ മോളാണ്. ഇളയ മോള്, പിന്നെ ഇത് മൂത്ത മോള് ഗൾഫിൽ പഠിച്ചപ്പം അവിടുത്തെ ഗ്രൂപ്പ് ഫോട്ടോയാണ്. ഇത് നാട്ടിലത്തെ സ്കൂളിൽ കാർമൽ കോൺവെൻറ്റിൻ്റെയാണ്. ഇത് നമ്മുടെ ഹസ്ബൻഡ് നമ്മൾ ഗൾഫിലുള്ള ഒരു ഫോട്ടോയും കൂടെയാണ്. ഈ ഫോട്ടോസ് എല്ലാം ഞാൻ ഇതിനകത്ത് സൂക്ഷിക്കും. കൂടാതെ മക്കളുടെ ഫീസ് കാർഡും അതിനകത്താണ് സൂക്ഷിക്കുന്നത്. നെക്സ്റ്റ് നമ്മുടെ ഫോട്ടോസ്, പാസ്പോർട്ട് സൈസ് ഫോട്ടോസ് ഹസ്ബൻഡിനുണ്ട്, എൻ്റെതുണ്ട്, എൻ്റെ ബ്രദറിൻ്റെതുണ്ട്, എൻ്റെ സിസ്റ്ററിൻ്റെതുണ്ട്, എൻ്റെ അമ്മയുടെ ഉണ്ട്, പിന്നെ എൻ്റെ മക്കളുടേതുണ്ട്. എല്ലാവരുടെയും ഞാൻ അതിനകത്ത് തന്നെ പേര് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതുപോലൊരു ബോക്സിനകത്തിട്ടാണ് വയ്ക്കുന്നത്. കൂടാതെ ഈ നമ്മുടെ വിസിറ്റിംഗ് കാർഡ്സുകളുണ്ടല്ലോ, നമുക്ക് ആവശ്യത്തിനുള്ള വിസിറ്റിംഗ് കാർഡ്സ്, ഇന്ന് കുറേ നേരത്ത് കളഞ്ഞായിരുന്നു. പിന്നെ എളുപ്പത്തിന് എടുക്കാൻ പറ്റുന്ന ആധാർ കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ്, അതെല്ലാം ഞാൻ ഈ ബോക്സിനകത്ത്. ഈ ഫയൽ ഒരു പഴയ ഫയലാണ്. ഇതിനകത്ത് ഫുൾ ഫോട്ടോസ്റ്റാറ്റാണ് കേട്ടോ. നമ്മൾ എന്തെങ്കിലും ആവശ്യത്തിന് ആധാർ കാർഡ്, സർട്ടിഫിക്കറ്റ്സ് എല്ലാത്തിനും ഫുൾ ഫോട്ടോസ്റ്റാറ്റ് മാത്രമായിട്ടൊരു ഫയൽ ഞാൻ സൂക്ഷിക്കാറുണ്ട്. അപ്പോൾ ഫോട്ടോസ്റ്റാറ്റ് വേണമെങ്കിൽ ഞാൻ ഓടിപ്പോയി ഇതിനകത്ത് തപ്പിയാൽ മതി, വേറെ എങ്ങും തപ്പേണ്ട ആവശ്യമൊന്നുമില്ല. എന്തിൻ്റെ ഫോട്ടോസ്റ്റാറ്റ്, അതായത് റേഷൻ കാർഡാവട്ടെ, പാസ്പോർട്ടാവട്ടെ, ആധാർ കാർഡാവട്ടെ, സർട്ടിഫിക്കറ്റ്സിൻ്റെ ആവട്ടെ, എല്ലാത്തിൻ്റെയും എൻ്റെ ബയോഡേറ്റയുടെ ഒക്കെ ഇരിപ്പുണ്ട്. ഈ ഒരു ഇതെന്ന് പറയുന്നത് ഞാൻ ചുമ്മാ കാണിച്ചെന്നേ ഉള്ളത്. ഇത് ഞങ്ങളുടെ വീട് പണിതപ്പം എനിക്ക് കിട്ടിയ എല്ലാ ബില്ലുകളും ഞാൻ സൂക്ഷിച്ചു. വീട് പണിച്ച ആക്ച്വലി ഇപ്പോൾ 3 വർഷമായി, എന്നാലും എനിക്കതൊന്നും കളയാൻ മനസ്സ് തോന്നില്ല. എല്ലാ ഐറ്റംസിൻ്റെയും ബില്ല് ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്, മണ്ണ് വാങ്ങിച്ചത് മുതൽ. ഇത് നമ്മുടെ ട്രാവലിംഗ് ബാഗാണ്. അപ്പോൾ ഇത് ഞാൻ ട്രാവൽ പർപ്പസിനുള്ള എല്ലാം എന്തിരിപ്പുണ്ട്. വിസാഖയുടെ കോപ്പി, പിന്നെന്താ ആധാർ കാർഡ്, പിന്നെ പാസ്പോർട്ട്, അതെല്ലാം ആ ഫയൽ തന്നെയാണ് വച്ചിരിക്കുന്നത്.
നെക്സ്റ്റ് പാസ്ബുക്കുകളാണ് കേട്ടോ. പാസ്ബുക്ക്, ചെക്ക് ബുക്ക് അതെല്ലാം ഈ ഒരു ഫയലിനകത്ത് സിബ്ലോക്കാണ്. അപ്പോൾ അതിനകത്ത് ഇട്ട് ഞാനങ്ങ് വച്ചിരിക്കും. അത് നമുക്ക് എടുക്കാൻ എളുപ്പമാണ് കേട്ടോ. നിങ്ങൾക്ക് വിചാരിക്കും ഇങ്ങനെ പ്രയാസമാണോ, അപ്പോൾ പാസ്ബുക്ക് എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇത് പാസ്ബുക്കിൻ്റെ ഒരു ഫയൽ നമ്മളാക്കി വെച്ചിരുന്നാൽ KSFE-യുടെ ഒക്കെ എല്ലാത്തിനും പാസ്ബുക്ക് ഞാൻ തന്നെ വെച്ചിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഫയൽ വെച്ച് നമുക്ക് ആ ഫയൽ മാത്രം തപ്പിയാൽ മതി, വേറെ ഒന്നും എടുക്കേണ്ട ആവശ്യം വരത്തില്ല. അപ്പോൾ ഇതിങ്ങനെ ആക്കി വെക്കുന്നത് ഒരു ഫയലാക്കി വയ്ക്കാം. ഫയലുണ്ടെങ്കിൽ അത് എൻ്റെ കയ്യിൽ ഫയലില്ല, പക്ഷെ ഞാൻ ഇതാ വയ്ക്കുന്നത്. നെക്സ്റ്റ് വാറൻറ്റി കാർഡ്സ് ആണ്. TV, AC, ഫാൻ, പിന്നെ എന്തുവാ, റോബോട്ട്, വാക്വം ക്ലീനർ, എന്തൊക്കെ ഇലക്ട്രിക് ഐറ്റംസ് ഇവിടെ ഉണ്ടോ അതിൻ്റെ എല്ലാം വാറൻറ്റി കാർഡ്. ഫാൻ്റെതാണ് ആക്ച്വലി, ഒരു 5-6 ഫാന് ഉണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം ഹാവൽസിൻ്റെ ഫാനാണ് കേട്ടോ. അതെല്ലാം ഞാൻ ഇത് TV-യുടെയാണ്. നെക്സ്റ്റ് AC-യുടേത്, പിന്നെ ഫാബറിൻ്റെ കുക്ക് ടോപ്പ് ഹോബ് ഉണ്ടല്ലോ ഇത്. നെക്സ്റ്റ് വരുന്നത് വാക്വം ക്ലീനറിൻ്റെതാണ്. തൊട്ട് പുറകിലുള്ളത് നമ്മുടെ പുറത്ത് നമ്മളെ ടാപ്പ് ഉണ്ടല്ലോ, പൈപ്പ്, അതിൻ്റെതാണ്. ടാപ്പ് മീൻസ് ഉദ്ദേശിച്ചത് ഞാൻ ഈ പഞ്ചായത്തിൽ നിന്നൊരു പൈപ്പ് നമ്മൾ എടുക്കുകയുള്ളൂ, അതിൻ്റെ വാറൻറ്റി കാർഡാണ് കേട്ടോ. അതിൻ്റെ മീറ്റർ ബോക്സിൻ്റെ വാറൻറ്റി കാർഡാണ്. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ വാറൻറ്റി കാർഡും ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ, റെസിപ്റ്റ് ഉൾപ്പെടെ. അതൊക്കെ ഒരു ഫയലിലാക്കി വെച്ചിട്ടുണ്ട്. അവസാനം ഞാൻ ഇങ്ങനെയാണ് ഫയലെല്ലാം സെറ്റ് ചെയ്ത് വയ്ക്കുന്നത്. എങ്ങനെയുണ്ട് എൻ്റെ ഡോക്യുമെൻറ്റ്സ് അറേഞ്ച്മെൻറ്റ്?